എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് മേഘയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം മേഘയുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് കുറേയധികം പിക്കാണ് ആ ഒരു പോസ്റ്റിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേയധികം ആൾക്കാർ പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ ഒരു മേഘയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട്, ഇവരുടെ ഫാമിലി ഫ്രണ്ടും കൂടി ഒരു കാര്യം ഈ ഒരു മേഘയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഫുള്ളായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു ഫ്രണ്ടൊക്കെ എന്താണ് പറഞ്ഞതെന്നുള്ളത്, ഇപ്പോൾ മേഘ എവിടെയാണ് എന്നുള്ളതൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിൽ എൻ്റെ അഭിപ്രായം സംസാരിക്കുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ ഇത് ഫുള്ള് കേട്ട് കഴിഞ്ഞതിന് ശേഷം, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവം എന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. സോ ഒട്ടും വേഗത വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കോ, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ടോപ്പിക്കിലേക്ക് പോകാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടായിരിക്കും അഖിൽ അർനാഡിയുടെ വൈഫ് ഉണ്ടെങ്കിൽ ഏതോ ഒരു ബസ് കണ്ടക്ടറായിട്ട് പോയി എന്നുള്ള, ഒളിച്ചോടി പോയി എന്നുള്ള ഒരു കാര്യമൊക്കെ അത് കുറേ നാളായിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, പല ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത് സംസാരമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനൊക്കെ ശേഷം ഈ ഒരു മേഘ എപ്പം പ്രതികരിക്കും എന്നുള്ള രീതിയിൽ കുറേയധികം പേര് എങ്കിലും ഇതേ കണക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരിടത്തുനിന്നും ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു മേഘയുടെ ഇൻസ്റ്റാഗ്രാമിൽ മേഘ തന്നെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോസും ഈ ഒരു മേഘയുണ്ടെങ്കിൽ കുറേ ഫോട്ടോസ് ഏതൊരു വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ആ വീടിൻ്റെ സൈഡ് ഗേറ്റിൻ്റെ അടുത്തൊക്കെ പോയി നിന്നോടൊക്കെയുള്ള ഫോട്ടോസാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് താഴെ അച്ഛൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ്, അച്ഛൻ്റെ വീട്ടിലേക്കാണോ വന്നത്, അപ്പോൾ അച്ഛൻ ഫുള്ള് നിങ്ങളെ സമ്മതിച്ചോ, അഖിലിൻ്റെ ഭാവി ഉണ്ടെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി അച്ഛനും കൂടെ നിന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ട്. അത് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമാണ്. ഇപ്പം ഈ ഒരു മേഘയുണ്ടെങ്കിൽ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തോ എന്നുള്ളതൊക്കെ ആൾക്കാർ ചിന്തിക്കും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു കുടുംബത്തെ മൊത്തം അപമാനിച്ചു. ഒരു അഖിൽ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇതേ കണക്ക് നശിപ്പിച്ചിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പം വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തോ എന്നുള്ള രീതിയിൽ കുറേയധികം പേർക്ക് ഡൗട്ട് ഉണ്ടാവാം. അങ്ങനെ കുറേയധികം ഡൗട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫുള്ള് നെഗറ്റീവ് കമൻസാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ മേഘ അതുണ്ടെങ്കിൽ ഒരു കമൻസിനും ഒരു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആൾക്കാർക്ക് അറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു, എന്താണ് ഇപ്പം മേഘ അച്ഛൻ്റെ കൂടെയൊക്കെ തന്നെയാണോ, വീട്ടിൽ തിരിച്ചെത്തിയോ, എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്. ഇനിയിപ്പം ആ ഒരു കാമുകൻ്റെ കൂടെ പോയ അനൂപ് എന്ന് പറഞ്ഞ കാമുകൻ ഉണ്ടെങ്കിൽ മേഘയെ കളഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം വന്നിട്ടുണ്ടായിരുന്നു, ആരോപണങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചിലവർ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേഘയുണ്ടെങ്കിൽ ഈ ഒരു അനൂപിൻ്റെ കൂടെ, ആ ഒരു ബസ് കണ്ടക്ടറിൻ്റെ കൂടെ കുറച്ച് നാളെ ജീവിച്ചിട്ടുള്ളായിരുന്നു. അതിനുശേഷം അവന് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ഇതേ കണക്ക് ഈ ഒരു മേഘയാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ സത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബന്ധു പറയുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ ടോപ്പിക്കായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ മെയിനായിട്ട് കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു മേഘ ഉണ്ടെങ്കിൽ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയതെന്ന് പറഞ്ഞാൽ വേറെ വീട്ടിലേക്കല്ല, ഈ കാമുകൻ്റെ വീട്ടിലേക്കല്ല അച്ഛൻ്റെ അടുത്തേക്കൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞ് മറ്റ് കുറേയധികം പേര് ഇതേ കണക്ക് പറഞ്ഞ് മേഘയെ കുറച്ച് ന്യായീകരണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതുമല്ല സത്യം എന്നുള്ളതാണ് ഈ ഒരു ബന്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നതും. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു ബന്ധു പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ, ഒരു യൂട്യൂബറിനെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ എൻ്റെ ഒപ്പീനിയൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു വ്യക്തി കുറച്ച് മേഘയെ ന്യായീകരിച്ച് സംസാരിക്കുന്ന രീതിയിലും ഉണ്ടായിരുന്നു. പിന്നെ അഖിലിൻ്റെ കുടുംബത്തിനെതിരെയും കുറേയധികം കാര്യങ്ങൾ ഈ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഫുൾ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കണം. എന്തായാലും അതിൽ മെയിനായിട്ടും ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പറയുന്ന ഒരു കാര്യം ഈ ഒരു മേഘയുടെ കുടുംബത്തിനെ പറ്റിയാണ്. ഈ ഒരു മേഘയുടെ അമ്മയുണ്ട്, 2 വിവാഹം കഴിച്ചതാണ്. അതിൽ രണ്ടാം കഴിച്ചതിൽ ഒരു കുട്ടിയുണ്ട്, അത് ഈ ഒരു മേഘയുടെ സഹോദരിയാണ്. മേഘയുണ്ടെങ്കിൽ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ സഹോദരിയുമായിട്ട് ഒരുമിച്ചിടാറുണ്ട്. കുറേയധികം പേരെങ്കിലും മേഘയുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു മേഘ ഒളിച്ചോടി പോയ സമയത്തുണ്ടെങ്കിൽ കുറേയധികം വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയെപ്പോലെ തന്നെയായിരുന്നു മോളും. അമ്മയുണ്ടെങ്കിൽ ഇതേ കണക്ക് ആദ്യ ഭർത്താവിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് വേറൊരാളെ ഇഷ്ടപ്പെട്ട് വേറൊരാളെ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ കുറേയധികം വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം കൂടി ഈ ഒരു ബന്ധു പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഈ ഒരു മേഘയുടെ അമ്മയും ആദ്യത്തെ ഭർത്താവ്, ആ ഒരു ആദ്യത്തെ ഭർത്താവ് ഞാനും ഇപ്പോൾ ആ ഒരു ബന്ധുവായിട്ടുള്ള വ്യക്തിയും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം എന്താണ് സത്യം എന്നുള്ളത്. അവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു
മേഘയുടെ അമ്മയുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിച്ചത്, രണ്ടാമതൊരു കല്യാണം കഴിച്ചതും അതിലൊരു കുട്ടി ഉണ്ടായതും എന്നുള്ള രീതിയിലാണ് ആ ഒരു ബന്ധു പറഞ്ഞിട്ടുണ്ടായത്. അല്ലാതെ ഒളിച്ചോടി പോയതൊന്നും അല്ല എന്നുള്ള രീതിയിലും ആ ഒരു ബന്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാതെ അവരുടെ പേരൊക്കെ ഇങ്ങനെ വലിച്ചഴയ്ക്കുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഇപ്പം താൻ ഇതേ കണക്ക് പറയുന്നതെന്നും ആ ഒരു ബന്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുണ്ടെങ്കിൽ ഈ ഒരു മേഘയുടെ അമ്മയുടെ കൂടെയൊക്കെ ആയിരുന്നു മേഘ കുറേ വർഷങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ആ രണ്ടാം അച്ഛനൊക്കെ മേഘ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും മേഘയ്ക്ക് അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ മേഘയുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ പിന്നെ പോയി നിൽക്കുകയും പിന്നെ കാര്യങ്ങളൊക്കെ കുറേ അധികം നോക്കിയിട്ടുണ്ടായിരുന്നത് മേഘയുടെ ഈ ഒരു അച്ഛൻ തന്നെയാണ് എന്നുള്ളതും ഈ ഒരു ബന്ധു പറയുന്നുണ്ടായിരുന്നു. ഈ മേഘയുടെ അച്ഛനുണ്ടെങ്കിൽ വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മേഘയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നും ഭയങ്കര ക്യാഷുള്ള കുടുംബത്തിലെയാണ് ഈ ഒരു മേഘ എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ബന്ധു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പറയുന്ന ഈ ഒരു ബന്ധുവായിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു അച്ഛൻ്റെ നോക്കിയ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാൾ കൂടിയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതേ കണക്ക് മേഘ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഒളിച്ചോടി പോയതിൻ്റെ അന്ന് രാത്രി ഉണ്ടെങ്കിൽ ഈ ഒരു മേഘയുടെ അച്ഛനുണ്ടെങ്കിൽ ഇത് അറിഞ്ഞതിന് ശേഷം തന്നെയാണ് ആദ്യമേ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും മേഘയുണ്ടെങ്കിലും അവനെയും കൂടെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ തൻ്റെ അടുത്ത് പറഞ്ഞു വന്നത് ഈ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ വ്യക്തി ഇതിൻ്റെ പിറകെ നടക്കുകയും മേഘയുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയും കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നുവെന്നും ഈ ഒരു ബന്ധു പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അച്ഛൻ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട് ഭയങ്കര ശാരീരിക പ്രശ്നങ്ങളും ഭയങ്കര പ്രഷറൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും മേഘയും ആ ഒരു അനൂപ് എന്ന് പറഞ്ഞ ബസ് കണ്ടക്ടറിനെ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അഖിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു മേഘയെ എടുത്ത് പോലീസുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു ആരെ കൂടെ പോകണം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ സമയത്ത് മേഘ പറഞ്ഞൊരു കാര്യം എനിക്ക് അനൂപേട്ടൻ്റെ കൂടെ പോയാൽ മതി എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് മേഘ പറഞ്ഞെന്നാണ് ഈ ഒരു ബന്ധു പറയുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു അനൂപിൻ്റെ കൂടെയാണ് മേഘ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അഖിലെന്നാടി പിന്നെ അതിൻ്റെ വിഷയത്തിലൊന്നും ഭയങ്കരമായിട്ട് ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും അഖിലിന് വേണ്ട എന്നുള്ളതാണ് തീരുമാനം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമുണ്ടെങ്കിൽ ഈ മേഘ ഉണ്ടെങ്കിൽ അച്ഛനെ ഇടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സംസാരിക്കുന്ന സമയത്ത് മേഘ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നും എനിക്ക് അവിടെ നിൽക്കാൻ ഹാപ്പി അല്ലായിരുന്നു എന്നുള്ളതും അതിന് ചില കാര്യങ്ങളുണ്ട് അത് അച്ഛൻ കേൾക്കണം എന്നുള്ളത് പല പ്രാവശ്യം ഈ ഒരു മേഘ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ ഒരു അച്ഛനുണ്ടെങ്കിൽ ഈ ഒരു ബന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അതിനു മുമ്പ് ഈ ഒരു അഖിലുമായിട്ട് നിന്ന സമയത്തും ഇങ്ങനെ താൻ ഹാപ്പി അല്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ വലിയ കാര്യമില്ല, എല്ലാ ദാമ്പത്യത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് അതങ്ങനെ വിട്ട് കളഞ്ഞുവെന്നും ഈ ഒരു ബന്ധു പറയുന്നുണ്ട്. ഇതിൽ എന്തുമാത്രം സത്യമുണ്ടെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ ബന്ധുവാണ് പറയുന്നത്. ഇനിയിപ്പം ഈ ഒരു ബന്ധു ഉണ്ടെങ്കിൽ ഇവരെ കുട്ടി കുറച്ച് ന്യായീകരിക്കാനല്ലേ പറയത്തോളും. എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഈ ഒരു മേഘയുണ്ടെങ്കിൽ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാശി പിടിച്ച് അച്ഛനെ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു അച്ഛനുണ്ടെങ്കിൽ ആ ഒരു അനൂപിൻ്റെ അടുത്ത് നിന്നൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് മേഘയെ കുറച്ച് നാൾ തൻ്റെ കൂടെ നിർത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മേഘ ഇപ്പം ഈ ഒരു അച്ഛൻ്റെ കൂടാണ് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ ഒരു മേഘ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ചർച്ചാ വിഷയമായതും എല്ലാവരും വിചാരിച്ചു ഇനി മേഘയുടെ അച്ഛനും ഇനി സപ്പോർട്ടാണോ. കുറേയധികം പേര് മേഘ ഉണ്ടെങ്കിൽ നേരെ പോയത് അച്ഛൻ്റെ വീട്ടിലേക്കാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊന്നുമല്ല, ഇതാണ് സംഭവം എന്നാണ് ഈ ഒരു ബന്ധു പറയുന്നത്. സോ മെയിനായിട്ട് ഈ ബന്ധു പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും പറയത്തില്ല, പക്ഷേ എന്നാൽ പോലും ഇതാണ് ഇപ്പം കിട്ടിയേക്കുന്ന ഒരു അറിവ്. എന്തായാലും മേഘയുണ്ടെങ്കിൽ ഈ 2-3 ദിവസമായിട്ട് മാത്രമേ ഈ ഒരു അനൂപിൻ്റെ കൂടെ നിന്നിട്ടുള്ളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അച്ഛൻ്റെ കൂടെയാണ്. അച്ഛനാണെങ്കിൽ ഈ ഒരു അനൂപിനെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കല്യാണം കഴിപ്പിച്ചൊന്നും കൊടുക്കുന്നത് അല്ലെങ്കിൽ അഖിലിൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങുന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയുന്നില്ല, ഇതെന്താണ് ഇനി ചെയ്യാനുള്ളതെന്ന്. എന്തായാലും ഈ ഒരു മേഘയുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് കുറേയധികം കാര്യങ്ങൾ അഖിലിനെ പറ്റിയും അഖിലിൻ്റെ കുടുംബത്തെ പറ്റിയും പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് മെയിനായിട്ട് മേഘ പറഞ്ഞത് ഈ ഒരു അഖിലിൻ്റെ അച്ഛനെ കുറിച്ചാണെന്നാണ് പറയുന്നത്. അച്ഛനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പല പ്രാവശ്യം ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വേറൊരു വീടെടുത്ത് മാറാം എന്നുള്ള രീതിയിൽ മേഘ പറഞ്ഞു എന്നുള്ള രീതിയിലും അതുണ്ടെങ്കിൽ അത് അഖിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ പോയി നിൽക്കാം, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും വിട്ട് വരത്തില്ല എന്നുള്ള രീതിയിലും അഖിൽ പറഞ്ഞെന്നാണ് ഈ ഒരു ബന്ധു പറയുന്നത്. പക്ഷേ ഇതിലേക്ക് എത്രമാത്രം സത്യമൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര അൺഹാപ്പി ആയിട്ട് നിന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തിയുടെ കൂടെ പോയതെന്നും പറയുന്നുണ്ട്. എന്തായാലും അതിന് ശേഷമുണ്ടെങ്കിൽ ഈ ഒരു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതും, അതായത്
ഈ ഒരു ബന്ധുവൊക്കെ പറയുന്നത് ഈ ഒരു അഖിലിൻ്റെ അച്ഛനാണ് ഇതിനെല്ലാം പ്രശ്നം. അച്ഛൻ കാരണമാണ് ഇപ്പം ഈ ഒരു മേഘയുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെയൊക്കെ പോയെന്നുള്ളതും അൺഹാപ്പി ആയതുകൊണ്ട് വേറൊരു റിലേഷനിലേക്കൊക്കെ പോയെന്നുള്ള രീതിയിലും ഈ ഒരു ബന്ധു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ബന്ധു പറയുന്ന സമയത്ത് കുറച്ച് മേഘയുണ്ടെങ്കിൽ ന്യായീകരിച്ചൊക്കെ സംസാരിക്കാനുള്ള കുറേയധികം കാര്യങ്ങളാണ് ശ്രമിക്കുന്നുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞ് മേഘ ചെയ്തതൊന്നും ശരിയാണെന്നൊന്നും ഇവിടെ ആരും പറയാനൊന്നുമില്ല. കാരണം മേഘ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പ്രശ്നമുണ്ട്, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഇത് സംസാരിച്ച് തീർക്കാൻ നോക്കണം. അത് പറ്റിയില്ല, നിങ്ങൾക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ അച്ഛൻ്റെ അടുത്താണ് പോകേണ്ടത്, അല്ലാതെ വേറൊരാളെ കണ്ടുപിടിച്ച് അയാളുടെ പിറകെ പോയി ഒളിച്ചോട്ടമൊന്നും അല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബം മൊത്തത്തിൽ നാറിയില്ലയോ. ആ ഒരു അഖിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് വന്നത്. ഇപ്പം വെളുപ്പിക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഭയങ്കര വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മേഘ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് ഇഷ്ടമുള്ള ഒരാളെ കിട്ടിക്കോ, ഇതിലിവിടെ ആരും കുഴപ്പമൊന്നും പറയത്തില്ല. അതിന് പകരം രാത്രിക്ക് രാത്രി ഒളിച്ചോടിപ്പോയി അതുണ്ടെങ്കിൽ ന്യായീകരിക്കാൻ ഈ ഒരു ബന്ധു ശ്രമിക്കുന്നതും അത്ര ശരിയല്ല. പക്ഷേ ഇപ്പം മൊത്തം ഉണ്ടെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ പേരിലാണ് എല്ലാവരും കൂടെ പറയുന്നത്. ഈ ഒരു ബന്ധു ആയാലും ഈ ഒരു മേഘ അങ്ങനെ അഖിലിൻ്റെ അച്ഛനാണ് ഇതിൻ്റെ പ്രശ്നക്കാരൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എന്തുമാത്രം സത്യമുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ ഒരു ബന്ധു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചിലപ്പം മേഘയെ ന്യായീകരിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്നതായിരിക്കും. ചിലപ്പോൾ ഈ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് തെറ്റോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ മേഘയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കുടുംബം സംസാരിക്കുന്നതായിരിക്കും. എന്തെന്നൊക്കെ പറഞ്ഞാൽ മേഘയുടെ ഭാഗത്ത് തെറ്റുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ബന്ധുവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തുമാത്രം ശരിയാണ്, അതായത് ഇനി ബന്ധു തന്നെ ആണോ എന്നുള്ളതിലും ചില ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊക്കെയാണ് സംഭവം. ഇപ്പം മേഘയുണ്ടെങ്കിൽ അനൂപിൻ്റെ കൂടെ തന്നെ ആണെങ്കിൽ പോലും, ഇഷ്ടമൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കുവാണ്. 3-4 ദിവസം മാത്രമേ അനൂപിൻ്റെ കൂടെ നിന്നിട്ടുള്ളായിരുന്നു. അനൂപിൻ്റെ അനുവാദത്തോടെയാണ് ഇതേ കണക്ക് ഇപ്പം അച്ഛൻ്റെ കൂടെ വന്നത് എന്നുള്ളതും, അച്ഛൻ്റെ അടുത്ത് ഈ ഒരു മേഘ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു അഖിലിനെ പറ്റി കുറ്റങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അച്ഛൻ പറയുന്ന മാത്രം കേൾക്കുന്ന ഒരാളാണ് അഖിൽ. അതുകൊണ്ട് തന്നെ മാറി താമസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അഖിൽ കേട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞാൽ പോലും ഈ ഒരു മേഘ ചെയ്തത് ശരിയല്ല. എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ നടക്കുമ്പോഴത്തേന് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് കാണാനിടയായിട്ടുണ്ടായിരുന്നു. മേഘയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിന് താഴെ വന്നത്, ഇതേ കണക്ക് ആ പോസ്റ്റിന് താഴെ വന്നിട്ട് ഒരാൾ കമൻറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. നിനക്കൊന്നും പറയാനില്ലേ മേഘ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് വേറൊരാൾ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഉടനെ തന്നെ സത്യങ്ങളൊക്കെ അറിയും, യൂട്യൂബിൽ പ്രതീക്ഷിച്ചോളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. ഇതിനിയിപ്പം മേഘയെ അറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ കമൻറ്റ് ഇട്ടതാണോ, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് മേഘ അതിൽ വന്നിട്ട് എന്താണ് നടന്നേ എന്ന് പറയാൻ പോവുകയാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ പറയാൻ പോവുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേഘ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി മേഘയുടെ ഭാഗത്ത് ഒരു വലിയ തെറ്റുണ്ട്. അതിൻ്റെ കൂടെ ഇതേ കണക്ക് ഒന്നാതെ ആ ഒരു അഖിലിൻ്റെ പേര് ഒക്കെ ഡാമേജ് ആയിട്ട് ഒരുപാട് വല്ലാതിരിക്കും ആ വ്യക്തി. അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ട് ഇപ്പം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പം അഖിലിൻ്റെ ഭാഗത്ത് തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിവോഴ്സ് വാങ്ങിച്ച് പോകുക എന്നുള്ളതായിരുന്നു. അതെന്തെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്തില്ല, അതിന് പകരം ഒളിച്ചോട്ടത്തിനെ ന്യായീകരിക്കാൻ എങ്ങനെ മേഘ വന്ന് സംസാരിക്കാൻ നിന്ന ആൾക്കാർ മേഘയെ പിന്നെയും എയറിലാക്കത്തേ ഉള്ളൂ. അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് മേഘയെടുത്ത് മെയിനായിട്ട് പറയാനുള്ളത്. എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു മേഘയ്ക്കും. അതല്ല പിന്നെയും ഇതേ കണക്ക് തന്നെ വീഡിയോ ഇടുമെന്നാണെങ്കിൽ പിന്നെ അത് ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ മേഘ കിട്ടേണ്ടതായിട്ട് വരും. പിന്നെ മേഘ ലേറ്റസ്റ്റായിട്ട് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇട്ട ഒരു ഫോട്ടോസൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് പിന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മേഘയുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഒരു പക്ഷേ അച്ഛനൊന്നും ഇല്ലാത്ത സമയത്തുണ്ടെങ്കിൽ അവിടെ പോയി ഫോട്ടോ എടുത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്, അച്ഛൻ്റെ കൂടെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബന്ധുവിൻ്റെ വോയിസൊക്കെ പുറത്ത് വരുന്നതിന് മുമ്പ്. എന്തായാലും അങ്ങനൊന്നുമല്ല, ഇപ്പം അച്ഛൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നതെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അച്ഛൻ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ ഇട്ട ആ ഫോട്ടോസൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കള, ഇനി നാട്ടുകാർ ഒന്നാതെ നിനക്കെതിരെ തിരിഞ്ഞിരിക്കുക, അതിൻ്റെ കൂടെ ഇതുപോലുള്ള ഫോട്ടോ ഇട്ടാൽ അതിന് താഴെ വരുന്ന കമൻസ് വായിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ അപ്പം തന്നെ മതിയായി. അങ്ങനെ അച്ഛനും കൂടെ പറഞ്ഞപ്പോഴായിരിക്കും ഈ ഒരു മേഘ നിർത്തിയിട്ടുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മേഘ ഈ ഒരു ഫോട്ടോയുടെ കാര്യമൊക്കെ ഇരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെയാണ് അഖിൽ എന്നാരിയുടെ പഴയ ഒരു
വീഡിയോസ് ഇൻ്റർവ്യൂ കൊടുത്ത ഒരു വീഡിയോസ് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നത്. അതിനകത്ത് അച്ഛനെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. അച്ഛനും അഖിലണ്ണാടിയും തമ്മിൽ നല്ല ഒരു ബന്ധമാണ് ഉള്ളത്. നല്ല രീതിയിൽ ഫ്രണ്ട്സിനെ പോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. അച്ഛൻ്റെ ഒരു കാര്യം അഖിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് വീട്ടിൽ കാറൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ മാത്രമാണ് കാർ ഓടിക്കുന്നത്. പക്ഷേ ഇൻ കേസ് എങ്ങാനും ഞാനുണ്ടെങ്കിൽ വെളിയിലോട്ടൊക്കെ പോവുകയാണ്, ഷൂട്ടിങ്ങിൻ്റെയും കാറിൻ്റെയും ഒക്കെ പോകുമ്പോൾ അച്ഛനായിരിക്കും ഉണ്ടായിരുന്നത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ. പക്ഷെ അപ്പം അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഓടിക്കുന്നത് മതി, അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്തൊക്കെ ഇരുന്നിട്ട് സംസാരിക്കും, നീ ആകെ സംസാരിക്കുന്ന ഇങ്ങനെ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്താണ് എന്നുള്ള രീതിയിലൊക്കെ അച്ഛൻ പറഞ്ഞെന്നു. അത് കേട്ട സമയത്ത് ഭയങ്കര ഇമോഷണലൊക്കെ തനിക്കായി എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം പേര് ആ ഒരു അച്ഛൻ്റെ ആ ഒരു കാര്യം പറഞ്ഞതിനെയൊക്കെ എടുത്തു വെച്ച് ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല. അഖിലിൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഈ ഒരു ബന്ധുവാണ് എന്ന് പറയുന്ന ഒരാളാണ് എടുത്തിട്ടേക്കുന്നത്. മേഘ അങ്ങനെ അച്ഛൻ എന്തോ ഭയങ്കര കൺട്രോളിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തുമാത്രം സത്യമാണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ സത്യം അറിയാതെ ഒരു അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. എന്താണ് സംഭവമാണെങ്കിലും ആ ഒരു മേഘ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റല്ലാതെ ആവുന്നില്ല. മേഘയുടെ ഭാഗത്തും വലിയ തെറ്റുണ്ട്. ഇനിയിപ്പം മേഘ ഇനി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് വന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അഖിലും ആ ഒരു മേഘ ഇതേ കണക്കൊരു വീഡിയോ ഇട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഖിലും ഇതേ കണക്ക് വീഡിയോസിൽ വന്നിട്ട് അവൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളും പറയാൻ തുടങ്ങും. അത് ചിലപ്പോൾ ഒരു വലിയൊരു ഫാമിലി സീരിയസ് ആയിട്ട് തന്നെ പോകേണ്ടതായിട്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വരുവാണെങ്കിൽ എല്ലാവർക്കും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആകും. പക്ഷേ എന്നിരുന്നാൽ പോലും രണ്ട് കുടുംബങ്ങളും ഇവർ നാട്ടുകാരുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് നാണം കിടുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ ഒരു മേഘയുടെ ബന്ധുവൊക്കെ പറഞ്ഞിട്ട് പോലെ തന്നെ ഈ ഒരു അഖിലിൻ്റെ അച്ഛൻ്റെയൊക്കെ ഭാഗത്ത് തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ പോലും ഈ ഒരു അഖിലിനെതിരെയൊക്കെ ഈ ഒരു മേഘ ഒളിച്ചോടിപ്പോയ കാര്യങ്ങളൊക്കെ ചെയ്തത് ശരിയാണോ? അതിനെ ന്യായീകരിക്കുന്നുണ്ടോ? നിങ്ങളെന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. മാന്യമായിട്ട് പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.